ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ മുത്തുമണികളെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആ പേര് പേഴ്സണലി ആയിട്ട് എനിക്ക് ഫോൺ വിളിക്കുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ജാസിയ ആഷിഖിൻ്റെ പാട് എന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ സത്യത്തിൽ ഫോണ് ഞാൻ ഇന്ന് 2-3 ദിവസമായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നിൽക്കുമായിരുന്നു. ഇന്ന് രാവിലെ അവൻ്റെ ബ്രദർ ഫോൺ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സീരിയസ് ആണ്. ന്യൂസിലേക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും, അവരോട് ചോദിച്ചിട്ട് പറയുന്നില്ല. അവർ ചോദിച്ച് അങ്ങനെ പറയാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കണം. ഒക്കെ എല്ലാവർക്കും അറിയേണ്ട കാര്യം തന്നെയാണ് എന്താണ് എങ്ങനെയാണ് സിറ്റുവേഷൻ. കാരണം അത്രയും പേര് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അറിഞ്ഞ അപ്ഡേഷൻസ് ഒന്നും അറിയിക്കുക. എൻ്റെ അടുത്ത് ഇന്നലെ ഫുൾ കമൻറ്റ്സ് അതായിരുന്നു. ഒരു ഇതൊക്കെ അതാണ് എന്താണെന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4-5 ദിവസമായിട്ട് വെന്റിലേറ്ററിൻ്റെ സഹായത്തിലാണ്. ഓക്കെ, പ്രാർത്ഥന മാത്രമേ ഫലമുള്ളൂ എന്നാണ് ഇനി ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. എന്തായാലും നമുക്ക് ഫുള്ളായിട്ടൊന്നും കാര്യമായിട്ട് എനിക്ക് മൊത്തത്തിൽ അവർ അങ്ങനെ ചോദിക്കാനും പറ്റൂല. നമ്മളെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിച്ചതിൻ്റെ ഇതിൽ ഞാൻ ചോദിച്ചു എന്ന് മാത്രമാണ്. അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻ അങ്ങനെയാവും. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതലായിട്ടൊന്നും ചോദിക്കാനോ ഇതാക്കാനോ നിന്നിട്ടില്ല. എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്. പിന്നെ ഇന്നലെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു, വെന്റിലേറ്ററിൻ്റെ സഹായത്തിലാണ്, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഓരും ഇട്ടായിരുന്നു. അപ്പോൾ ഞാനൊന്നും പാടെ കൺഫേം ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാച്ചിട്ടായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും പഠിച്ചവനല്ലേ വലിയവൻ, എല്ലാവരും ഒന്ന് ആഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടോ കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ. കാരണം എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞതാണ്. അത്രയും ജീവിക്കാൻ ആഗ്രഹമുള്ള, ജീവിച്ച് കൊതി തീരാത്ത ഒരു കുട്ടി. അപ്പം എന്തായാലും ഒരുപാട് പേരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, അത്ര പറയാനുള്ളൂ. കാരണം പ്രാർത്ഥന മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഇനി ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ അത്ര നമുക്ക് കിട്ടിയ അപ്ഡേഷൻ അത്ര മാത്രമേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പം എന്തായാലും ഇവരൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അല്ലേ അല്ലമ്മ? ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ഇനി നമുക്ക് ചക്കറിനോടൊരു കാര്യം ചോദിച്ചു നോക്കാം. എന്തായി എൻ്റെ വീട് പണി കഴിഞ്ഞോ? ഫുൾ വീട് ക്ലോസ് ആയി, ഫുൾ പണി കഴിഞ്ഞു. വീട് എങ്ങനെ ഉണ്ട്? ഈ കണ്ടോ? എവിടെ നോക്കട്ടെ, ഫോട്ടോ ഉണ്ടോ നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഫോട്ടോ കിട്ടിയിരിക്കണേ. അപ്പോൾ അതിൻ്റെ വീടിൻ്റെ മൊത്തത്തിൽ അവർ നല്ല ഡിസൈനൊക്കെ ചെയ്തിരിക്കണേ. അപ്പോൾ വീഡിയോ അയച്ചെന്നിരുന്നു കേട്ടോ. അപ്പോൾ അയച്ചെന്നത് യൂട്യൂബ് സൈസിനുള്ള വീഡിയോ അല്ല അയച്ചെന്നത്. എങ്ങനെയുള്ള വീഡിയോ വെച്ചൊക്കെ അയച്ചെന്ന് നീളത്തിലുള്ള വീഡിയോ ആണ് കേട്ടോ അയച്ചെന്നത്. അപ്പോൾ നമുക്കത് യൂട്യൂബ് സൈസിൽ ആ വീഡിയോ ഇതിൽ ഇടാൻ കഴിയൂല. അപ്പോൾ എന്തായാലും ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഒരു വീടിൻ്റെ വീഡിയോ ഇട്ടരാന്ന് പറഞ്ഞത്. കാരണം വീട് അടിപൊളിയായി ഡിസൈൻ ചെയ്ത് നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ചെയ്ത് ചക്കര താമസിക്കാൻ പോകുന്ന വീട്, അതിൻ്റെ കൊച്ചു ഹോം ടൂർ നമ്മൾ ഇൻഷാ അല്ലാഹ് ആദ്യം ഔട്ടിറക്കുന്നതാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചു ഹോം ടൂറിൻ്റെ വിശേഷങ്ങളുണ്ടാവും. ഓക്കെ ഗൈസ്, ഇതെന്താ ഇപ്പം ഇങ്ങനെ കാണുന്നുണ്ടേ ഗൈസ്. ഇത് വീട് സത്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ട ഒന്നും മനസ്സിലാവില്ല. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫോട്ടോ പാടെ ഇതിൽ വെച്ചാൽ കേട്ടോ. എനിക്കൊന്ന് അയച്ചാട്ടിക്കാം. ഓക്കെ, ഫോട്ടോ ഇതിൽ വെച്ചുതരാം. ബാക്കി നമുക്ക് വീടിൻ്റെ ഉള്ളിലും മൊത്തത്തിലുള്ളതും ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇട്ടുതരാം. ഏകദേശം കഴിഞ്ഞു. നമ്മൾ ഇന്ന് ഇടണമെന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് എന്താക്കിയത്, വീട് നീളത്തിലുള്ള വീഡിയോ കിട്ടിയത് അല്ലേ. നേരെ എടുത്തുക്കണു. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നൊക്കെ ആയിട്ട് ഞാനത് ഇട്ടുതരാം അല്ലേ. ഇന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഞാനത് ചക്കര താമസിക്കാൻ പോകുന്ന വീട് പണി മൊത്തം കഴിഞ്ഞിട്ടുള്ളത് ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇത് കല്യാണം കഴിഞ്ഞതിന് മുന്നേ നിങ്ങൾ എന്തിനാണ് ഈ വീഡിയോ ഇടുന്നത്? ഓരോ അതിനൊക്കെ ഇതാവുമോ? പക്ഷെ ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ, ചക്കരൻ്റെ വീട്ടുകാർ അതിനൊക്കെ സപ്പോർട്ടാണ്. അതാണ് അല്ലേ. കാരണം ഓർക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പിന്നെ അങ്ങനെ കുഴപ്പമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഇതാക്കലില്ല. അപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ പേഴ്സണലി ഞാൻ ആരോടും പോയിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുള്ളൂ. വീഡിയോ എടുക്കാൻ സമ്മതമാണെങ്കിൽ മാത്രമേ വീഡിയോ എടുക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എടുക്കില്ല. കാരണം എൻ്റെ വീഡിയോയിൽ ഇന്നേ വരെ അധികം വേറെ ആളുകൾ വന്ന് ഉണ്ടാവില്ല. നമ്മളെന്താ ചോദിച്ചാൽ അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രം വീഡിയോയിൽ നിർത്തുള്ളൂ, അല്ലെങ്കിൽ നിർത്തുള്ളൂ എന്നല്ല, നിൽക്കുന്നതിനൊക്കെ നമുക്ക് സന്തോഷം. പക്ഷെ അവർക്ക് താല്പര്യമില്ലാത്ത ഒരിക്കലും നിർത്തലില്ല. പക്ഷെ അവർക്കൊന്നും കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ
നല്ല നമ്മുടെ വൈബിന് പറ്റിയ ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ബാക്കിയുള്ളവർ നമ്മുടെ വൈബിന് പറ്റിയ ആൾക്കാരില്ലേന്ന് ചോദിക്കുക, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞതാണ് അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ അടിപൊളിയാണ് അല്ലേ. എന്തായാലും ഉമ്മയും ചക്കരയും പോവാൻ നിൽക്കുകയാണ്. എവിടേക്ക് പോവാ? നെല്ലായ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇനി പണിക്കാരവിടെ ഉണ്ട്. കോണിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കോണിൻ്റെ പണി ഫുൾ അപ്ഡേഷൻ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ കഴിഞ്ഞിട്ട് ഒറ്റ വീഡിയോ ആക്കിയിട്ട് ഇടാച്ചിട്ടാണ്. ഓക്കെ, അപ്പം എന്തായാലും എന്ത് വീടിരുന്ന മാതിരി ഉണ്ട്. അതില് പാട്ടും കൂത്തും എന്താ ചകള. പാട്ടും കൂത്തും എന്ന് പറഞ്ഞ പണിക്കാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർമോണിയൊക്കെ ഉണ്ടായില്. 6 മണിയോ ഈ പാട്ടിൽ ഇങ്ങനെ കാട്ടൂല ഹാർമോണിയം. അത് ഹാർമോണിയല്ല, അവരുടെ ടൂൾസും പറ്റിയാണ്. ഞാൻ അവളോട് പറഞ്ഞേ ഇവിടെ ഹാർമോണിയൊക്കെ ഉണ്ട് തോന്നുന്നു. 6 മണിയല്ല 10 മണിയല്ല. 4 മണിക്ക് ചായ പോയപ്പോ ഇങ്ങനെ ഹാർമോണിയം. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കൊല്ലത്തെ പണിക്കാരാ. അപ്പോൾ നമ്മളെ എഞ്ചിനീയർ അക്ബർക്ക ഏൽപ്പിച്ചാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ അക്ബർഖാനൊരു കാര്യം പറഞ്ഞായിരുന്നു, നമുക്ക് പണിക്കാർ ഏറ്റവും നല്ല പണിക്കാർ എവിടെ നിന്നാണോ ആ പണിക്കാരെ കൊണ്ടുവരണം. എന്താ കാരണം നമ്മൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ അവർക്ക് പണി കൊടുക്കുകയാണെങ്കിൽ നമ്മളെന്താണ് മോശം വരുത്താൻ പറ്റില്ല. സ്റ്റയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക സ്ട്രോങ്ങിൽ എവിടെയും ചെയ്യാത്ത രീതിക്കാണ് ചെയ്യുന്നത്. ഇൻറ്റീരിയർ വെൽഡിങ് സ്റ്റയറാണ്. അതിൻ്റെ ഫുൾ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. സ്റ്റയർ എന്തായാലും പക്ക മോഡലിലാണ് നമ്മൾ ചെയ്യുന്നത്. പണി ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെന്താണെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞ പോലെ ഹാർമോണിയം ഇതൊന്നുമല്ല, പാട്ട് വെക്കണം. എന്താണെന്ന് വെച്ചാൽ 4 ആൾ വന്ന് ഇന്നലെ 10-11 മണിക്കാണ് പണി മാറ്റുന്നത് രാത്രി. കാരണം അവർ ഇവിടെ വന്ന് നിന്ന് ഇവർക്ക് ഇവിടെ റൂം എടുത്ത് കൊടുത്തിട്ടാണ്. ഇവിടെ നിന്ന് ആ പണി മൊത്തം തീർത്തിട്ടേ പോവുള്ളൂ. റൂം എടുത്തിട്ട് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് തരാം. പായ കൊണ്ടേത് അവിടെ ഉണ്ടാവും റൂമിൽ. അതൊക്കെ വേണോ? അതും ചട്ടി അപ്പം ചൂട ചട്ടിയൊക്കെ അതൊക്കെ പോയി. എങ്ങനെ? ഞാൻ കണ്ടിട്ടില്ല. ഇനി ഒരു കാര്യം തരില്ല. നമ്മുടെ പണ്ടത്തെ തേപ്പുകാർക്ക് ഞാൻ ചട്ടിയും ഇവിടുന്ന് പായൊക്കെ കൊടുത്തിരുന്നു. അതൊന്നും റിട്ടേൺ കൊടുന്നില്ല. ഫാനും ഗ്യാസും മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. കല്യാണ ഡേറ്റ് അങ്ങനെ അടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഈ ഒരു മാസം ഇന്നത്തോടു കൂടി കടന്നു പോവുകയാണ്. ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ടെൻഷനും ഇന്നത്തോട് കളി. അന്ന് 30-ാം തീയതിയാണ്. ഈ മാസം 31 ഉണ്ടോ? ഈ മാസം 31 ഉണ്ട് അത്രേ. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും നാളത്തോടു കൂടി ഇങ്ങനെ ഒരു മാസം പാടെ കഴിഞ്ഞു. പിന്നെ ഉള്ളത് വെറും 3 മന്ത്. ആ 3 മന്തിൽ ഒരു മന്ത് നമുക്ക് നോമ്പ് പോയി. പിന്നെ 2 മന്ത് നോമ്പൊന്നും നമ്മൾ കഴിയണമെന്ന് തന്നെ അറിയൂല. ഓക്കെ, നല്ല നല്ല മാസങ്ങളാണ്. പിന്നെ ഒരു മാസം വേണ്ടേ കല്യാണം പറയാ? അരമാസം 15 ദിവസം. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു മാസത്തില് ഞാൻ പറയട്ടെ കേസ്. അപ്പൊ എന്തായാലും ഇനി 15-ാം തീയതിക്ക് സിനു വരും. ഓക്കെ, സിനു വന്ന് ചക്കരക്ക് എന്താന്ന് വെച്ചാൽ കല്യാണം ഒന്നും ചക്കരക്ക് തോന്നണില്ല അത്ര നമ്മൾ. കാരണം അവിടെ കല്യാണത്തിന്റെ തകൃതിയായിട്ട് നിജാസിന്റെ വീട്ടില് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓൾക്ക് ആ കല്യാണ ഫീലിംഗ് ഉണ്ട്. എന്റെ വീട്ടില് പണി നടക്കണ്ട്. ഒക്കെ തോന്നിക്കോളും. ഓക്കെ ഗൈസ്, അപ്പൊ എന്താ അങ്ങനെ? ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. സിനിമാടെ വന്നിട്ട് ചക്കരക്ക് പർച്ചേസിങ്ങും കാര്യങ്ങളും. സോഫി ഉണ്ടാവും. സോഫിനെ വിളിക്കണം പർച്ചേസിങ്ങിന്. അവസാനത്തെ കണ്ണിയുടെ കല്യാണത്തിന് പർച്ചേസിംഗ് ഒക്കെ നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ട്. ഓക്കെ ഗൈസ്, നാളെ 10 മണിക്ക് നമ്മൾ മണ്ണാർക്കാട് ഉണ്ടാവട്ടെ ഒരു ഷോപ്പിന്റെ ആവശ്യത്തിന് വേണ്ടി. ഞങ്ങൾ 3 ആള് അറിഞ്ഞിട്ടില്ലേ? ഓക്കെ ഗൈസ്, ചെറിയൊരു പർച്ചേസിങ് കല്യാണ പർച്ചേസിങ് അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പാക്കുന്നു. കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. നിങ്ങളുടെ പുളി നല്ല പുളി. നമ്മള് വെള്ളപ്പയർ കൂട്ടാൻ വെച്ച കാര്യം പറയാം. നിങ്ങൾ അതൊക്കെ എടുത്ത് കൂട്ടാൻ വെക്കില്ലേ? എന്നോട് പറയാ വെച്ച് പഠിച്ചോ. അഥവാ എനിക്ക് ഇവിടുത്തെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇവിടെ വെച്ചത്. ചക്കരയുടെ അമ്മായിമ്മ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ വെച്ച് പഠിച്ചു. അഥവാ എനിക്ക് ഇവിടുത്തെ ഇഷ്ടമല്ല. അവിടുത്തെ കുഴപ്പം നമ്മള് ചോറ് സാമ്പാർ അടിപൊളിയാ.
കഷ്ണം ഇടില്ലേ? തേങ്ങയിട്ട് വെറും ചാറ് വെക്കും കഷ്ണം നമ്മള് തേങ്ങ അധികം കൂട്ടൂലല്ലോ, കാരണം നമ്മളിവിടെ തേങ്ങ ഇല്ല, നമ്മള് തേങ്ങ വെച്ചിട്ടുള്ള പണിയില്ല. അപ്പൊ ഓല് ഫുള്ള് തേങ്ങയും കൊണ്ട് അതൊക്കെ ചെയ്യാ. അതില് പിന്നെ ആണെങ്കിൽ ഓല് നമ്മള് മീൻചാർക്ക് ഇവിടെ എന്താ അത് കൂട്ടില്ല, തേങ്ങ കൂട്ടില്ല. പക്ഷെ ഓല് അവിടെ മീൻചാറിനെ തേങ്ങ കൂട്ടുള്ളൂ. അതേപോലെ നമ്മളിവിടെ കോഴിക്കറിക്ക് മീൻ തേങ്ങ കൂട്ടും. പക്ഷെ ഓല അവിടെ കോഴിക്കറിക്ക് അങ്ങനെ ഞാൻ തിന്നുന്ന സാധനങ്ങളൊന്നും മീൻ പറഞ്ഞ അവിടെ ഇല്ല. അപ്പൊ ഇവരൊക്കെ പഠിച്ചോണ്ടിരുന്നു. പഠിച്ചിട്ടോ നാളെ ഇതൊക്കെ പഠിച്ചോ. പിന്നെ ആകെ കൂട്ടുന്ന ഒരു മാന്തള. ആ മാന്തള അവിടെ കിട്ടൂല അത്ര മാന്തളോ? അതായിക്കൂടെ ഉള്ള ആൾക്കാർ മേടിക്കില്ല അത്ര, അതുകൊണ്ട് കിട്ടില്ല അത്ര അധികം. ഞാനിവിടെ ഞാൻ മലകീടെ നിൽക്കുന്നേ. അവിടെ ഉണ്ടോ? ഇല്ല, മാന്തള ഇല്ലേ? അതിന് എവിടെ പോയിട്ട് നാടോ പറഞ്ഞ അവിടെ ആയിക്കൂടെ ഒന്നും പോണില്ല അത്ര. കടലിൽ പോയി പിടിക്കണോ? അവിടെ ബീച്ച് അടുത്താ, കൊല്ലം ബീച്ച്. പതുക്കെ കുട്ടി വരെ പോയിട്ട് തിന്നിട്ടോ. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും കുറച്ച് വിശേഷങ്ങൾ പങ്കുവെച്ചതാണ്. ഇൻഷാ അള്ളാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ആ ബസ് കാത്തു നിൽക്കുന്ന ഇല്ല നിങ്ങൾ ധ്യാനം പോയിക്കോളി, ബസ്സിന് കയറി പോയിക്കോളി. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ഈ ഒരു കാര്യം കൂടി എല്ലാവരും മനസ്സിൽ പ്രാർത്ഥിക്കുക കേട്ടോ, കാരണം അത്രയും സിറ്റുവേഷനാണ്. അപ്പോൾ ഞാനിതൊന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ഒരു രംഗം കണ്ട ഒരാളാണ്. കാരണം എനിക്ക് ജീവിക്കണക്ക നമ്മളവിടെ ഉള്ളിൽ കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റാറില്ല. ഞാനും ഉണ്ടാവും, എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ആ ഉള്ളിൽ കയറിയപ്പോൾ അവളെ ഉമ്മയും അവളും മാത്രം, അവള് പുതിയാപ്പിള ഉണ്ടായിരുന്നു, ആശിക്കുണ്ടായിരുന്നു. ആശിക്കൊന്നും പുറത്തേക്ക് ആ ഒരു നമ്മൾ പറയും വേദനയോട് ജീവിച്ച് കൊതി തീരാത്ത ഒരാൾ ജീവിക്കണം എന്ന് പറയുമ്പോഴാണ് നമുക്കത് എത്രത്തോളം അതിൻ്റെ ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക, പഠിച്ചവനല്ലേ വലുതാങ്ങനെ കിട്ടുന്നത്. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താമെന്ന് ഒരിക്കൽ കൂടി പറയാണ്. ഒരു കണ്ടൻറ്റഡ് ബേസ് ആയിട്ട് ആരും ഈ വീഡിയോ കാണണ്ട. ഞാൻ മെയിനായിട്ട് ഈ ഒരു വിഷയം പറയാൻ വേണ്ടി വന്നതാണ്. കാരണം ഞാൻ ആ വീഡിയോ ഇട്ടുകൊണ്ട് നമ്മൾ അത്യാവശ്യം ആളുകൾക്ക് ആ വീഡിയോ എത്തി ഷെയറായി പോയിട്ട് അപ്ഡേഷൻസൊക്കെ എന്നോടാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് എനിക്കറിഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഓക്കെ, അപ്പോൾ പേഴ്സണലി എന്താണെങ്കിലും എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താമെന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഓനധികം വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സിറ്റുവേഷനും എന്താണ്, ഫോൺ അടിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലൊന്നും ആവില്ല. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ആക്കുന്നു. ഓക്കെ.